വയൽനാട് വയനാടിൻ്റെ കാർഷിക സ്പന്ദനങ്ങൾ. നമസ്കാരം. വയൽനാട് പരിപാടിയിലേക്ക് പ്രിയ കർഷക ശ്രോതാക്കൾക്ക് സ്വാഗതം. വയനാട്ടിലെ പല കർഷകരും കാലാവസ്ഥാ വ്യതിയാനം മൂലവും കൃഷികളിലെ മറ്റ് രോഗബാധ കാരണവും ലാഭകരമായ കാപ്പി കൃഷിയിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. അത്തരത്തിലൊരു കർഷകനെയാണ് ഇന്ന് വയൽനാട് പരിപാടിയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. റേഡിയോ മാറ്റുലി മണൽ വയലിൽ സംഘടിപ്പിച്ച ഗ്രാമമാറ്റുലിയിലൂടെ പരിചയപ്പെട്ട കേളക്കവല സ്വദേശി രാജപ്പനാണ് തന്റെ കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്റെ പേര് രാജപ്പൻ. കിഴക്കവലയാണ് താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ വീട്ടില്. മക്കള് രണ്ടുപേരും. ഒരാള് ആയുർവേദ ഡോക്ടറാണ്, അവള് കോയമ്പത്തൂർ AVP വർക്ക് ചെയ്യണു. മകൻ ബാംഗ്ലൂര് ടാറ്റയില് സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യും. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ. കുറച്ച് പണിക്കാരും ഡെയിലി ഉണ്ട്. കുരുമുളക് കൃഷിയായിരുന്നു. കുരുമുളക് എല്ലാം പിടുത്തം വിട്ടുപോയി. ഇപ്പം കാപ്പി ഇപ്പൊ കുരുമുളക് വിട്ടോണ്ട് ഇപ്പൊ കാപ്പിയിലേക്കായി. സ്ഥലം എത്രയുണ്ട്? സ്ഥലം ഞാൻ മക്കളുടെ പേരിലേക്കൊക്കെ ആക്കി 13 ഏക്കറുണ്ട്. 13 ഏക്കർ മാനേജ്മെന്റ് ഒക്കെ ഞാൻ 13 ഏക്കറും കൃഷി തന്നെയാണ്. കാപ്പി, ഫുൾ കാപ്പി. വയലുണ്ടോ? വേറെ വയലൊന്നുമില്ല. എന്ത് കുരുമുളക് ഇപ്പൊ എന്തെങ്കിലും കേടുബാധയാണോ? എന്താ അത് മഞ്ഞളിച്ച് 2-3 റൗണ്ടൊക്കെ ഞങ്ങള് നട്ടുനോക്കി, വിജയിക്കണില്ല. അപ്പൊ അതങ്ങ് നിർത്തി. കാപ്പിയിലേക്ക് ഫുള്ളായിട്ട് കാപ്പിയിലേക്ക്. കാപ്പി ഇപ്പം വിലയുള്ളതുകൊണ്ട് വിജയം, വിലയുള്ളതുകൊണ്ട്. ഇപ്പം കുരുമുളക് ആയിരുന്നു മുൻപ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു വിളവ് കിട്ടിയത് ഒരു ഏത് സമയത്താണ്? 96-97. ആ സമയത്ത് എത്ര? അന്നേരം കിട്ടിയത് ലോണും വീട് പണിതും മക്കളെ പഠിപ്പിച്ചു. ഒരു പൈസ പോലും കളഞ്ഞില്ല. അന്ന് കിലോയ്ക്ക് എത്ര രൂപ വില? അന്ന് 260 വരെ വിറ്റു. പിന്നെ അത് കുറച്ച് മിച്ചം വന്നത് ഞങ്ങള് 58 രൂപയ്ക്ക് കൊണ്ടുവന്നു. 2004 58. 260 വിറ്റ മുളക് 58 രൂപ വെച്ചായി. പിന്നെ 2000 രൂപ കൂടി കാപ്പി കൃഷിയിലേക്ക് വിജയം. അപ്പൊ ഈ കുരുമുളക് മുഴുവൻ കളഞ്ഞിട്ടാണോ പിന്നെ കാപ്പി തുടങ്ങിയത്? കളയേണ്ടി വന്നില്ല, തന്നെ പോയി. ഒരു വസന്തം വന്ന് മുരിക്കെല്ലാം പാടുപാടെ പടന്നുപോയി. കുരുമുളകും മഞ്ഞളിപ്പ് വന്നും പോയി. പിന്നെ ഒന്നും കൂടി നട്ടുനോക്കി, റെഡിയാവണില്ല. ഒന്നും കൂടി നട്ടുനോക്കി, റെഡിയാവണില്ല. അന്നേരം പിന്നെ കാപ്പി ഫുള്ളായിട്ട് കാപ്പിയിലേക്ക്. കാപ്പി ഏതിനാ ചെയ്യുന്നത്? റോബസ്റ്റ കൊണ്ട് കുറെ അറബിയുണ്ട്. അത് നല്ല കുളമൊക്കെ കുത്തി ഇപ്പൊ നനച്ചോണ്ടിരിക്കാതാണ്. നനച്ചില്ലേ വിജയിക്കൂല. പണിക്കാരുണ്ടാവും നനയ്ക്കാൻ. അയ്യോ, നനയ്ക്കാനുണ്ട്. എല്ലാം സ്പ്രിംഗ്ലറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാ പോയി. അടുത്ത ഷിഫ്റ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചെല്ലണം. എന്തൊക്കെയാ കാപ്പി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്? കാപ്പി കൃഷിയിൽ ശരിക്ക് കവാത്തി ചെയ്യണം, നല്ലോണം വളം ചെയ്യണം, ജൈവവളം ചെയ്യണം. പിന്നെ സമയത്ത് നനയ്ക്കണം. മഴയെ ആശ്രയിക്കരുത്. മഴയെ ആശ്രയിച്ചാൽ ഇപ്പം നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറിപ്പോയി. അന്നേരം നമ്മള് കാലാവസ്ഥ നോക്കാണ്ട് നനയ്ക്കണം. ഫെബ്രുവരി 15 നനയ്ക്കാൻ നോക്കും. അപ്പൊ ഈ വിപണിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വിപണിയില് ഞങ്ങൾക്ക് കുറെ മില്ലുകാരുണ്ട്. മില്ലുകാർക്ക് വിൽക്കാൻ നേരത്തെ അവരോട് വിളിച്ചു ചോദിക്കും. വില ആര് കൂടുതൽ വരുന്നോ അവർക്ക് കൊടുക്കും. ഉണക്കിയിട്ടാണോ കൊടുക്കുന്നത്? ഉണക്കി ഞങ്ങള് വെക്കും. എന്നിട്ട് പതുക്കെ മാർക്കറ്റ് അനുസരിച്ച് കൊടുക്കും. ചേട്ടന്റെ അഭിപ്രായത്തിൽ ഉണക്കിയിട്ട് കൊടുക്കുന്നതാണോ നല്ലത്, അതോ പഴുത്തത് പറിച്ച് അങ്ങനെ തന്നെ കൊടുക്കുന്നതാണോ? അങ്ങനെ കൊടുത്താൽ നമുക്ക് വില വരുമെന്ന് നോക്കണ്ട. എനിക്ക് നല്ല കളവുണ്ട്, പണിക്കാരുണ്ട്. നമ്മൾ പറിച്ച് ഉണക്കി അവിടെ വെക്കും. കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിന് എടുക്കും. പല വിലയുണ്ട്. WSS കൊടുക്കാറുണ്ട്. പിന്നെ ചെറുകാട്ടൂർ ഒരു സണ്ണി അവിടെ അവർക്ക് കൊടുക്കും. പിന്നെ ഇവിടുത്തെ ലോക്കൽ കച്ചവടക്കാർ കൊടുക്കും. വില കൂടുതൽ പറഞ്ഞാൽ അവർക്ക് കൊടുക്കും. പൂർണ്ണമായിട്ടും ഇപ്പൊ ഏത് കുരുമുളക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഇപ്പൊ കാപ്പിയാണെങ്കിലും ജൈവ രീതിയിൽ തന്നെയാണോ ചെയ്യുന്നത്? പരമാവധി ജൈവ രീതിയിലാണ് ചെയ്യുക. കുറേശ്ശെ രാസവളം ഇടും, 2 വാരം ചെയ്യൂല. പശു ഉണ്ടാവും? പശു 2 വെച്ചു ഞങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിന്. അതിന്റെ ചാണകമൊക്കെ ഒന്ന് ഞങ്ങള് നല്ല പച്ചക്കറിക്കൊക്കെ ഇടും. വിൽപ്പനയ്ക്കില്ല. തള്ളയും മകളും 2 വെച്ചു രുചിക്കള്. ഈ കാപ്പി പൊടിയാക്കാറുണ്ടോ? ഇല്ല അങ്ങനത്തെ ഉണക്കി ചാക്കാക്കി വെക്കും. ഇപ്പം ഞങ്ങളുടെ തൊഴിൽ വളം മേടിക്കേണ്ടതിനും ആവശ്യം വെച്ചു. കാപ്പിയാകുമ്പോൾ വലിയ കേടുബാധയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കേടുബാധ വലിയ കുഴപ്പമില്ല. നമ്മുടെ കാലാവസ്ഥ അനുകൂലമല്ല.
ഇപ്പം മഴ പെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ മഴ പെയ്തു, ഞങ്ങൾക്ക് മഴ പെയ്തില്ല. അതുകൊണ്ടാണ് നനയ്ക്കണം. നനച്ചോണ്ടിരിക്കുന്നു. കാപ്പിക്ക് ഇപ്പൊ ചെറിയ മഴ കിട്ടുന്നതാണ് നല്ലത്. അയ്യോ, ഇപ്പൊ നല്ല മഴ പെയ്ത് പൂത്ത് കഴിഞ്ഞു വരുമ്പം പിന്നെ ഒരു ബാക്കിൽ ഒരു മഴയും കൂടി പെയ്യണം. വേറെ ഇനത്തിൽപ്പെട്ട കാപ്പി ഏതെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കുറച്ച് ഇതുണ്ട്, അറബിയുണ്ട്. അറബിയും കുഴപ്പമില്ല, അത് ആയുസില്ല, ആയുസ്. അതുകൊണ്ട് റോബസ്റ്റ ഏറ്റവും നല്ലത്. ഇപ്പൊ റോബസ്റ്റ നട്ടു കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് നമുക്ക് കായ് പറിക്കാൻ പറ്റും? 2 കൊല്ലം കായ് പൂക്കാൻ തുടങ്ങും. വെച്ച് 2 കൊല്ലം പൂക്കാൻ തുടങ്ങും. അതൊന്ന് തിരുമ്മി കളയും, പിന്നെ കായ്ക്കാൻ തുടങ്ങും. അപ്പൊ ഈ കൊല്ലം കവാത്ത് ചെയ്യണം? അയ്യോ, കൊല്ലത്തിൽ 2 ഇപ്പം ഒരു വെട്ട് കവാത്ത് കുരു പറിച്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളെ നിർത്തി കമ്പിച്ചീർ നടത്തും, തടിയെ പറഞ്ഞ്. പിന്നെ ഒരു ചിങ്ങത്തിലെ അരി തുറക്കും. പിന്നെ കുരു പറിക്കാറാകുമ്പോൾ 2-3 പ്രാവശ്യം കമ്പിച്ചീർ നടത്തിക്കാം. പിന്നെ കുരു പറിച്ചെടുക്കുക. പിന്നെ ഇപ്പം കവാത്ത് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാർ. ഈ ഭാഗത്തൊക്കെ കാപ്പി കർഷകരുണ്ട് ഒരുപാട്? ഉണ്ട്, എല്ലാരും ഒന്നും ശ്രദ്ധിക്കണില്ല. വില വന്നപ്പോ എല്ലാരും കൂടി അത് ചാടിക്കേറി. ഇപ്പൊ വില വന്നോണ്ട് നമ്മള് 20 രൂപ ഉണ്ടായിരുന്നപ്പം 10 രൂപ ഉണ്ടായിരുന്നപ്പം 2000-ലൊക്കെ 12 രൂപ 1 കിലോ കാപ്പിക്ക്. അന്നേരം നമ്മള് കൃഷി ചെയ്തു. മറ്റേ അല്ലെങ്കിൽ ഭൂമി തരിശായി പോവില്ലേ, അതുകൊണ്ട്. കാപ്പിയും കുരുമുളകും അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏലം ചെയ്ത് നോക്കി. അത് ഇവിടെ ഈ പിൽപ്പിലെ സംബന്ധിച്ച് ചൂടാണ്, തണുപ്പ് വേണം അതിന്. അതുകൊണ്ട് അത് ഒരു 3-4 കൊല്ലം കൊണ്ട് നിർത്തി. ആ സ്ഥലത്താണ് പിന്നെ കാപ്പി കാപ്പി അത് അവിടെ കാപ്പി. പിന്നെ വാനിലൊക്കെ ചെയ്ത് നോക്കി. വാനിലൊക്കെ അതൊരു ഇത്തിക്കണ്ണിയല്ലേ, അത് വേഗം കീടബാധ വരും. അത് രാസകീടനാശിനികളൊക്കെ ഉപയോഗിക്കണം. അതുകൊണ്ടൊക്കെ അതൊക്കെ ഒഴിവാക്കി. ഈ കാപ്പിന്റെ വളപ്രയോഗം ഇപ്പം പുതുമഴയ്ക്ക് ഇപ്പം ഡോളോമിറ്റ് തുള്ളി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മണ്ണൊക്കെ പരിശോധിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പം കവാത്തി ചെയ്യും. ഇപ്പൊ നനയ്ക്കുകയും ചെയ്യും. കവാത്തി ചെയ്ത് പിന്നെ കുറേശ്ശെ 1.5 ആടൻ കുറെ ചാണകം ഇടും. പിന്നെ രാസവളം. കാപ്പിക്ക് ഇപ്പൊ കിട്ടുന്ന വില നല്ല വിലയാണോ? ഇപ്പത്തെ മറ്റുള്ള വില വെച്ച് നോക്കുമ്പോൾ മെച്ചാണല്ലേ? ഇപ്പൊ എല്ലാ കർഷകരുടെയും 1-2 പ്രശ്നങ്ങൾ പറയും. ഒന്ന് വിലക്കുറവാണ്, പിന്നെ തൊഴിലാളികൾ കൃത്യമായിട്ട് കിട്ടാത്തതാണ്. ഞങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഈ സമയത്ത് ഈ ഇപ്പം കാപ്പി പറിക്കല്, കൊയ്ത്ത്. എനിക്ക് കൊയ്ത്തൊന്നുമില്ല, കൊയ്ത്തുകാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അന്നേരം സർക്കാർ ഈ തൊഴിലുറപ്പ് പണികൾ ചെയ്യാൻ പാടില്ല. ഒരു 2 മാസം എടുപ്പിക്കാൻ പാടില്ല. അവരന്നേരം ഇപ്പം തൊഴിലുറപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അതുകൊണ്ട് തൊഴിലാളികളെ കിട്ടൂല. കാപ്പി പറിക്കേണ്ട സമയം 2 മാസം ഒരു കാരണവശാലും തൊഴിലുറപ്പ് ചെയ്യിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ചെയ്യിക്കോട്ടെ. ഈ വിളവെടുപ്പ് സമയത്ത്, കൊയ്ത്ത് സമയത്ത് അത് നിർബന്ധമായിട്ട് സർക്കാർ ഞങ്ങളെ പോലെയുള്ള കൃഷിക്കാരെ ദ്രോഹിക്കുന്ന ഒരു പ്രവണതയാണ്. ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ ദ്രോഹിക്കുക, പഠിക്കാനേ കിട്ടൂല. പിന്നെ വൻകിടക്കാർക്ക് കർണാടകയിൽ പോയി ഒരു ഗ്രാമത്തിനെ ഇങ്ങ് കൊണ്ടുവരും, പച്ചോളാൻ പറയും. ഞങ്ങൾക്കത് സാധിക്കില്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ താമസിപ്പിക്കാനുള്ള സൗകര്യമില്ലല്ലോ. ഇപ്പൊ അമർക്കാരൊക്കെ ഉണ്ടല്ലേ, 10-500 പേരെ ഞാൻ കൊണ്ടുവരണം. ഒരു ഗ്രാമം കർണാടകയിൽ പോയി അവർക്ക് പണി ചെയ്തിട്ടാ പോണത്. അത് ഞങ്ങളിവിടെ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഞങ്ങൾക്ക് ഈ പരിസരത്തുള്ള ആൾക്കാരല്ലേ വിളിക്കാൻ പറ്റൂ? വൈകുന്നേരം 5 മണി 4 മണിയാകുമ്പോൾ അവര് പോയി. എന്ത് കൂലി കൊടുത്താലും തൊഴിലുറപ്പിന് ആള് പോകാനാണ് ഇഷ്ടം. അതാണ് സംഭവം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ 2 മാസത്തേന് ഈ കൊയ്ത്തും കാപ്പി വരി ഉള്ള സമയത്ത് തൊഴിലുറപ്പ് ചെയ്യാൻ പാടില്ല. തൊഴിലുറപ്പിന് അത് കഴിഞ്ഞിട്ട് ചെയ്തോട്ടെ, തൊഴിൽ വേണമല്ലോ അവർക്ക്. ഇവർക്കായിരുന്നു അതാണ് സ്ഥിതി. അതൊന്ന് കഴിഞ്ഞ ആഴ്ചയില കുറച്ച് കാപ്പികളെ പറിച്ചു വിടുന്നത്. ഇപ്പൊ നനയ്ക്കാൻ സ്ഥിരം വരുന്നവരൊന്നും വരൂല. അവരങ്ങനെ ഇങ്ങനെയങ്ങ് പോവും, തട്ടിമുട്ടി. അതാണ് ഇതാണ് പറഞ്ഞപ്പം സ്പ്രിംഗ്ലറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ 2 മരങ്ങളുണ്ട്. കുറെ കൊല്ലം അവര് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഇന്ന് വന്നിട്ടില്ല. വേറെ 2 പേര്, അതുകൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്യാൻ. സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിട്ടുപോകും അടിച്ചുകൊണ്ടിരിക്കുമ്പോ. പിന്നെ പോയി മോട്ടോർ പോയി ഓഫാക്കണം. പിന്നെയും മണിക്കൂറുകൾ എടുക്കും. അപ്പൊ എത്ര സമയം ഈ കൃഷി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ചെലവാക്കും? ഏതാണ്ട് കിടന്നുറങ്ങണ നേരേ ഉള്ളൂ എന്റെ ഉള്ളൂ. പണിക്കാരും ലീവ് എടുക്കും, നമുക്ക് ലീവ് കാണൂല. ഫുൾ ടൈം കൃഷി സ്ഥലത്ത് ഇപ്പൊ 2 മാസം കഴിഞ്ഞാൽ ലീവായി കേട്ടോ. ഒരു ഡിസംബർ ഫസ്റ്റിലെ തൊട്ട് ഇപ്പം തുടർച്ചയായിട്ട് നനച്ച് കാപ്പി സെറ്റാക്കിയാൽ പണി കുറഞ്ഞു. അല്ലെങ്കിൽ അടുത്തൊന്നും കിട്ടൂലല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ പണി പറഞ്ഞു. പിന്നെ നമ്മുടെ സൗകര്യം പോലെയൊക്കെ ചെയ്താൽ മതി. കാപ്പിയുടെ കൂടെ കാപ്പിത്തോട്ടത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെറിയ വേറെ ഫലവൃക്ഷങ്ങൾ ചെയ്യാന്നാ പറഞ്ഞത്. അത് ഈ അപ്പിൾ മലയണാനാണ്. കുറച്ച് വെണ്ണപ്പഴമുണ്ട്, അതെല്ലാം ഈ മലയണ്ണ തിന്നു പോകും. അല്ലാതെ വന്യമൃഗങ്ങളുടെ എന്തെങ്കിലും ശല്യം വേറെ ഞങ്ങൾക്ക് കാര്യമായിട്ടില്ല. മാനുണ്ട്, അത് വലിയ കുഴപ്പമില്ല, ഞങ്ങളുടെ ഒന്നും വരണില്ല. പിന്നെ ഈ പന്നിയുണ്ട്, അത് വലിയ ശല്യമൊന്നുമില്ല. കാപ്പി മാത്രമേ ഉള്ളൂ, അത് കുത്തി ഇളക്കി അങ്ങനെ നടന്നു.
അല്ലാതെ ഇപ്പൊ വെള്ളം കയറുന്ന പ്രശ്നം എന്തെങ്കിലും ഒന്നുമില്ല. ഞാൻ എന്റെ തുടർന്നില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനത്തെ പ്രശ്നം എനിക്ക് പണിക്കാരൊക്കെ ഇല്ല. അതാണ് ഒരു വലിയ പ്രശ്നം. പിന്നെ കുറച്ചുപേരെ സോപ്പൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. അവര് സ്ഥിരമായിട്ട് വരുന്നവരായിരിക്കും. അവർ എന്നൊന്നും വരൂല. 4 ദിവസം പണിത 2 ദിവസം പണിയില്ല, 2 ദിവസം പണിത 4 ദിവസം പണിയില്ല. അവരങ്ങനെ നടക്കും. കൃഷി വകുപ്പിന്റെ ആനുകൂല്യങ്ങളൊക്കെ എന്തെങ്കിലും? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കോപ്പി ബോർഡ് അവാർഡൊക്കെ തന്നു. അത് ശരി. വെള്ളമുണ്ട്, മികച്ച കാപ്പി കർഷകനെന്നും പറഞ്ഞു. അത് ഫുൾ ടൈം ആ പുറകെ തന്നെ ഞാൻ ഫുൾ ടൈം അർഹതപ്പെട്ട അവാർഡ് കിട്ടിയത്. ചെറിയ രീതിയിൽ തന്നെ ചെയ്യണേ. പിന്നെ ഞാന് വേറെ പരിപാടി എനിക്കൊന്നും അറിയത്തില്ല. ഇത് മാത്രമേ അറിയൂ. ഉണ്ടായപ്പം തൊട്ട് കൃഷിയാണ്, അല്ലാണ്ട് വേറൊന്നും ഒരു കാര്യം എനിക്കറിയില്ല. ചെറുതാമ്പഴേ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ട് അതിനോടൊരു താല്പര്യം തോന്നിയിട്ടില്ല. അല്ല, വേറെ എനിക്കതൊന്നും അറിയില്ലല്ലോ. മക്കളെ പാട്ടിന് പോയില്ലേ, പിന്നെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പം ഫുൾ ടൈം കൃഷിയായിട്ട് ഇങ്ങനെ ഫുൾ ടൈം. നമ്മുടെ വൈഫാണേലും ഇപ്പം വീട്ടിൽ തന്നെയുണ്ട്. അവർക്ക് പണിക്കാർ വെള്ളത്തിന് വരും, അതിന് വരും, ഇതിന് വരും. ഇപ്പം കവാത്തുകാരുണ്ട്, അവർക്ക് ഭക്ഷണം അവർ പറയും ഉച്ചയ്ക്ക് തണുത്ത് തിന്നാൻ പറ്റില്ല. ഞാൻ പിന്നെ ഇപ്പം 12-1 മണിയാകുമ്പോൾ ഹോട്ടലിൽ പോകും. അവിടെ ഒരു മെസ്സുണ്ട്, മെസ്സിൽ നിന്ന് പോയി മേടിച്ചിട്ട് കൊടുക്കും. അതിനൊക്കെ ഞാൻ തന്നെ നടക്കണം. അപ്പൊ തിരക്കിനിടയ്ക്കാണ് ഇപ്പൊ നമ്മളോട് ഞാൻ വൈകിയ വന്ന്. ഓക്കെ. അപ്പൊ എന്തായാലും തിരക്കിനിടയ്ക്ക് അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നതിൽ ഇപ്പം കാപ്പി കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചേട്ടൻ പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ കാപ്പി കൃഷി ഇനി ചെയ്യണം, ചെയ്തു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന കർഷകരോട് ഇത്രയും കാലത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ കാപ്പി കൃഷി ചെയ്തിട്ട്, എന്താ അവരോട് പറയാൻ? അവരോടുള്ള ആദ്യം തന്നെ കാലാവസ്ഥ മാറിപ്പോയി, വെള്ള സൗകര്യം വേണം, എന്നാലേ കാപ്പി വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ മഴ തെറ്റിപ്പോയാൽ കാപ്പി ഒന്നും കിട്ടൂല. ഒരു ചാറ്റമഴ വീഴുന്നിരിക്കട്ടെ, കാപ്പി അങ്ങ് മുട്ടിട്ട് നീളും, ചുവന്നു പോകും, ഒന്നും കിട്ടും. കവാത്തിയുടെ പൈസ കിട്ടൂല. വെള്ള സൗകര്യം ആദ്യം വേണം, അല്ലെങ്കിൽ വിജയിക്കൂല കാപ്പി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഏരിയയിൽ പുൽപ്പള്ളി ചൂടുള്ള പ്രദേശമാണ്. അങ്ങോട്ടൊക്കെ കൽപ്പറ്റൊക്കെ നല്ല മഴ പെയ്തില്ലേ, അങ്ങനെ മഴ പെയ്യുന്നോടത്ത് കുഴപ്പമില്ല. ഇവിടെ പുൽപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളം വേണം, നിർബന്ധമാണ്. അല്ലാണ്ട് സർക്കാർ ചെയ്യുമെന്നും പറഞ്ഞ് നമ്മൾ കാപ്പി കൃഷി ചെയ്താൽ നമ്മൾ ഭൂമി വിറ്റ് ജീവിക്കേണ്ടി വരും. ഇവിടെ ചെയ്യണമെങ്കിൽ വെള്ള സൗകര്യം വേണം. കാപ്പി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കാപ്പി കൃഷിയിലേക്ക് ഇറങ്ങാൻ. ഓക്കെ. അപ്പൊ താങ്ക് യു കേട്ടോ. താങ്ക് യു. കേളകവല സ്വദേശി രാജപ്പൻ എന്ന കർഷകന്റെ കൃഷി വിശേഷങ്ങളാണ് വയൽനാട് പരിപാടിയിലൂടെ ശ്രോതാക്കൾ ഇന്ന് കേട്ടത്. തൊഴിലാളി ക്ഷാമമാണ് ഈ കർഷകൻ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് കാർഷിക മേഖലയിൽ ഇന്നും തുടരുന്ന രാജപ്പേട്ടന് ഈ മേഖലയിൽ നിന്നും കൂടുതൽ ലാഭം നേടാൻ സാധിക്കട്ടെ എന്നും കാർഷിക മേഖലയിൽ ഇനിയും വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്താൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വയൽനാട് പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. വയൽനാട് വയനാടിന്റെ കാർഷിക സ്പന്ദനങ്ങൾ.